മെഷീൻ ലേണിംഗ് എന്ന ടൈം നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ? പക്ഷേ നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ എന്തോ ഒരു സാധനമാണ് മെഷീൻ ലേണിംഗ് എന്നാണ്. പക്ഷേ സത്യത്തിൽ മെഷീൻ ലേണിംഗ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിലും മെഷീൻ ലേണിംഗ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആവാം, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ആവാം, അല്ലെങ്കിൽ വാട്സപ്പ് ആകാം, യൂട്യൂബ് ആകാം, ഈവൻ നമ്മൾ യൂസ് ചെയ്യുക ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ എല്ലാ തരത്തിലും ആമസോണിൽ ഷോപ്പ് ചെയ്യുമ്പോൾ, ഫ്ലിപ്കാർട്ടിൽ ഷോപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷീൻ ലേണിംഗിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷനായിട്ട് നമ്മൾ ഡിഫറെൻ്റ്ലി ഇൻട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലരും കരുതുന്നത് സൂപ്പർ ജീനിയസസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സേവി ആയിട്ടുള്ള ആൾക്ക് മാത്രം, അല്ലെങ്കിൽ ടെക് സേവി ആയിട്ടുള്ളവർക്ക് മാത്രം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് മെഷീൻ ലേണിംഗ് എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ അതല്ല. ആർക്ക് വേണമെങ്കിലും, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാൻ പറ്റും, എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് മെഷീൻ ലേണിംഗ്. ഇന്നത്തെ വീഡിയോ എൻ്റെ വരെ കണ്ടാൽ എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റോടെ പറഞ്ഞു തരാൻ പറ്റും. ഇന്നത്തെ വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾക്ക് മെഷീൻ ലേണിംഗിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മെഷീൻ ലേണിംഗ് എന്താണെന്നുള്ളതും, മെഷീൻ ലേണിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നുള്ളതും, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് എന്താണെന്നുള്ളതും, മെഷീൻ ലേണിംഗ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്താണെന്നുള്ളതും, മെഷീൻ ലേണിംഗ് ചലഞ്ചസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാം. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, മേൺ സ്റ്റാക്ക്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം എന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് പോകുന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദി ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. നമുക്ക് ആദ്യം മെഷീൻ ലേണിംഗ് എന്താണെന്ന് നോക്കാം. മെഷീൻ ലേണിംഗ് 2 വാക്കുകൾ ചേർന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ പഠിച്ചെടുക്കുക, അതായത് നമ്മൾ കൃത്യമായിട്ടൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് പകരം മെഷീൻ എക്സാമ്പിൾസിലൂടെ പഠിച്ചെടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ സയൻസിൻ്റെ ബ്രാഞ്ചിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രാഞ്ച് എന്നൊക്കെ പറയാം, അതിനെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മളൊരു ഫ്രൂട്ടിനെ പറ്റി ഓറഞ്ച് എന്ന ഫ്രൂട്ടിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അതിനെന്താണ്, റൗണ്ടായിട്ടിരിക്കുന്ന ഓറഞ്ച് കളറുള്ള ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. അതായത് ഓറഞ്ച് എന്ന ഫ്രൂട്ട് കയ്യിലെടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതാണ് ഓറഞ്ച് എന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഡെഫിനറ്റ്ലി രണ്ടാമത്തെ സിനാരിയോ ആയിരിക്കും ബെറ്റർ അല്ലേ? സത്യത്തിൽ ഇത് തന്നെയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡേറ്റ നൽകി മെഷീനെ കൊണ്ട് തന്നെ അതിൽ നിന്ന് പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് ഭാവിയിൽ അതുപോലത്തെ എന്തെങ്കിലും സിനാരിയോ വരണമെങ്കിൽ മെഷീനെ കൊണ്ട് ഓണായിട്ട് ഡിസിഷൻ എടുപ്പിക്കുന്നത്, അതാണ് മെഷീൻ ലേണിംഗ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും പ്രോഗ്രാമിംഗ് മെഷീൻ ലേണിംഗ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന്. പ്രോഗ്രാമിംഗ് മെഷീൻ ലേണിംഗ് തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടാണ് മെഷീനെ കൊണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം എഴുതിയിട്ടാണ് മെഷീനെ കൊണ്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ മെഷീൻ ലേണിംഗിൽ നമ്മൾ മെഷീൻ എന്ന ഡേറ്റ കൊടുത്ത് അതിന് തന്നെ സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ച് പഠിച്ച് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറയുന്നത്. നമ്മൾ ഒരു കുക്കിങ്ങിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പ്രോഗ്രാമിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബ് വീഡിയോ ഉണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് ആ വീഡിയോ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കരുതുക. ഓക്കെ, അതാണ് പ്രോഗ്രാമിംഗ്. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അത് തന്നെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നത്. അത് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ യൂട്യൂബ് വീഡിയോ ഉണ്ട്, പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂട്ടുക, അതിൽ പറഞ്ഞത് 200 grams ആണെങ്കിൽ നമ്മൾ 500 gram ആഡ് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്വാണ്ടിറ്റി നമ്മൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു, എന്നിട്ട് എന്താണെന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പുതിയൊരു കാര്യം അതിൽ നിന്ന് സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് ആണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ എല്ലാവരുടെയും മൊബൈലിൽ ഫേസ് റെക്കഗ്നീഷൻ ഉണ്ട് അല്ലേ? ഫേസ് റെക്കഗ്നീഷൻ ആക്ച്വലി മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഫേസ് റെക്കഗ്നീഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫേസ് അതിനകത്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഡിഫറെൻറ്റ് ആംഗിൾസ്, നമുക്ക് ഡിഫറെൻറ്റ് ആംഗിൾസിൽ ഒരു പർട്ടിക്കുലർ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അത് നമ്മുടെ ഫേസ് കാണിക്കുന്നത് തിരിയാനും, റൈറ്റിലോട്ട് തിരിയാനും, ലെഫ്റ്റിലോട്ട് തിരിയാനും, മുകളിലോട്ട് തിരിയാനും, താഴോട്ട് തിരിയാനൊക്കെ പറയുമല്ലേ? അപ്പോഴായിരിക്കും അത് പഠിക്കുന്നത്, റൈറ്റ്? അത് തന്നെയാണ് നമ്മൾ മെഷീൻ ലേണിംഗ് ചെയ്യുന്നത്. നമ്മൾ ഹ്യൂമൻ്റെ ഫേസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഡേറ്റ കൊടുക്കുക. നമ്മൾ ഹ്യൂമൻ്റെ ഫേസ് കൊടുക്കുമ്പോൾ പിന്നീട് നമ്മളെ കാണുമ്പോൾ മെഷീന് മനസ്സിലാവും അല്ലേ? നമ്മളുടെ എങ്ങനത്തുള്ള ആംഗിളിലുള്ള ഫോട്ടോ കണ്ടാലും മെഷീന് മനസ്സിലാകും. അത് തന്നെയാണ് മെഷീൻ ലേണിംഗ്. നിങ്ങൾക്ക് ഇതുവരെ കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മെഷീൻ ലേണിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സൂപ്പർവൈസ് ലേണിംഗ്. നമുക്കിതിനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ആയിട്ട് കമ്പയർ ചെയ്യാം. നമ്മൾ ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന എന്താണ്, ടീച്ചർ ഒരു കൃത്യമായിട്ടൊരു കാര്യം സ്റ്റുഡൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിന് ഒരു ക്വസ്റ്റ്യൻ പറയുന്നു, ആ ഒരു കാര്യം പറയുന്നു, അതിനനുസരിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ഡെറൈവ് ചെയ്യുന്നു, അതിൽ നിന്നൊരു ആൻസറും പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുപോലെ ക്ലാസ് റൂമിൽ നടക്കുന്നത് ഇതുപോലെ കൃത്യമായിട്ട് ഡേറ്റ കൊടുത്ത് അതിനുള്ള ഔട്ട്പുട്ടും പറഞ്ഞു കൊടുത്ത് മെഷീനെ പഠിപ്പിക്കുന്നതാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് വെതർ ഫോർകാസ്റ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഡേറ്റ, ഒരു ഫോർ എക്സാമ്പിൾ 2010 സെപ്റ്റംബർ 24 അല്ലെങ്കിൽ ഒക്ടോബർ 2 ഒക്കെയുള്ള ഡേറ്റ നമ്മൾ എടുത്തിട്ട് അന്ന് എന്താണ് പർട്ടിക്കുലർ നടന്നതെന്ന് നോക്കും. ഓക്കെ, അതുപോലെ 2010 മുതൽ 2024 വരെയുള്ള ഇതേപോലത്തെ 14 വർഷത്തെ ഡേറ്റ മെഷീന് കൊടുത്തിട്ട് എന്താണ് നടന്നതെന്നുള്ളത് അതിൽ നിന്നൊരു പാറ്റേൺ കണ്ടുപിടിക്കാൻ മെഷീനെ കൊണ്ട് തന്നെ പറയും. എന്നിട്ട് അത് വെച്ചിട്ട് മെഷീനെ പാറ്റേൺ കണ്ടുപിടിക്കാനും ഭാവിയിൽ വരുന്നൊരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ 2026 ഒക്ടോബർ 2 എങ്ങനത്തെ ക്ലൈമറ്റ് ആയിരിക്കും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറയും.
ഓക്കെ. സോ ക്വസ്റ്റ്യനും ആൻസറും കൊടുക്കുന്ന മോഡൽ ഓഫ് ലേണിംഗ് ആണ് സൂപ്പർവൈസ് ലേണിംഗ് എന്ന് പറയുന്നത്. സൂപ്പർവൈസ് ലേണിംഗ് നമുക്ക് പിന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും, ക്ലാസിഫിക്കേഷനും റിഗ്രഷനും. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് എടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ ഒരു ബോയിയെയും ഗേളിൻ്റെയും ഫോട്ടോ എടുത്തിട്ട് ഒരു ബോയ് ആരാണ് ഗേൾ ആണെന്നുള്ള ക്ലാസിഫൈ ചെയ്യാനായിട്ട്, പട്ടിയുടെയും പൂച്ചയുടെയും പടം കൊടുത്തിട്ട് അതിനെ ക്ലാസിഫൈ, അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പം ഇമെയിലിനകത്ത് സ്പാം ഇമെയിൽസ് നോർമൽ ഇൻബോക്സിലെ മെയിൽ വരും, അപ്പോൾ അത് സ്പാമിലോട്ട് മാറും അല്ലെ, അത് ക്ലാസിഫൈ ചെയ്യും. അതിനെന്താണ്, അതും ക്ലാസിഫിക്കേഷൻ പ്രോബ്ലമാണ്. റിഗ്രഷൻ എന്ന് പറയുന്നത് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വെച്ചിട്ട് ഫ്യൂച്ചർ ഒരു കാര്യം പ്രഡിക്റ്റ് ചെയ്യാൻ ആ മെഷീന് പാറ്റേൺസ് ഡെലിവർ ചെയ്യാൻ സഹായിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ വെതർ ഫോർകാസ്റ്റ് എന്താണ് റിഗ്രഷനുള്ള എക്സാമ്പിൾസ് ആണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ് സ്റ്റുഡൻറ്റ് ടീച്ചർ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്ക് ഡിറ്റക്റ്റീവ് പോലെയാണ് നമുക്ക് പറയാം. കാരണം നമ്മളൊരു ഡിറ്റക്റ്റീവ് എന്നൊരു കേസ് കൊടുക്കത്തേ ഉള്ളൂ, അതിൻ്റെ ഒരു പ്രോബ്ലം കൊടുക്കും അല്ലേ, ബാക്കി ആ ഡിറ്റക്റ്റീവിൻ്റെ ഉത്തരവാദിത്വമാണ് ആ കേസിനുള്ള തെളിവ് കണ്ടുപിടിക്കുക, അതെങ്ങനെ സോൾവ് ചെയ്ത് കൊണ്ടുവരിക, അതിൻ്റെ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കുക. അത് തന്നെയാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നടക്കുന്നത്. നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ ഡേറ്റാസ് മാത്രമേ കൊടുക്കത്തുള്ളൂ, മെഷീൻ്റെ ഉത്തരവാദിത്വമാണ് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമ്മൾ മെയ്യൂർ ടൈം യൂസ് ചെയ്യുന്നത് ഡേറ്റ ലേബൽ ചെയ്യുന്നത് ടൈം കൺസ്യൂമിങ്ങോ അല്ലെങ്കിൽ എക്സ്പെൻസീവോ ഒക്കെ ആകുമ്പോഴാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും, ക്ലസ്റ്ററിംഗ് എന്നും ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്നുള്ളതും. ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഒരേ തരത്തിലുള്ള ഡേറ്റയെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഗൂഗിൾ ന്യൂസൊക്കെ ഇതിനുള്ള എക്സാമ്പിൾസാണ്. അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരേ ടൈപ്പുള്ള ഒരേ ജോണറിലുള്ള കോണ്ടൻറ്റ് കാണുന്ന യൂസേഴ്സിനെ അവർ ഗ്രൂപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലസ്റ്റർ ചെയ്തിട്ട് അതുപോലത്തെ സംഭവങ്ങൾ ബാക്കിയുള്ള യൂസേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നു. ഇതൊക്കെ എന്താണ് ഇതൊക്കെ ക്ലസ്റ്ററിങ്ങിന് എക്സാമ്പിൾ. ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ ഒരുപാട് വലുതാകുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് വലുതാകുമ്പോൾ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്തില്ല, അതിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കാൻ വേണ്ടി അതിൻ്റെ മെജോറിറ്റി ആ ഡേറ്റയെ കണ്ടൻസ് അതിൽ ചുരുക്കുന്ന അല്ലെങ്കിൽ ഡൈമെൻഷൻ കുറയ്ക്കുന്നതിനെയാണ് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്, ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് അവരെന്താണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിന് പുറത്തുള്ള കാര്യം, നമ്മുടെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ പഠിക്കാറുണ്ട്. പഠിക്കുമ്പോൾ എന്താണ് എവിടെയെങ്കിലും സ്റ്റക്ക് ആയിപ്പോണെങ്കിൽ ടീച്ചറിൻ്റെ ഒരു എക്സ്ട്രാ ഹെൽപ്പ് ചോദിക്കാറുണ്ട്. അത് തന്നെയാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ്. നമ്മൾ കുറച്ച് ലേബിൾഡ് ഡേറ്റയും അൺലേബിൾഡ് ഡേറ്റയും എക്സ്ട്രാ ആയിട്ടുള്ള ഡേറ്റയും കൊടുക്കും, എന്നിട്ട് മെഷീൻ്റെ അടുത്ത് തന്നെ പറയും അതിൽ നിന്ന് ലേബിൾഡ് ഡേറ്റ വെച്ചിട്ട് അൺലേബിൾഡ് ഡേറ്റ എന്താണ് ചെയ്യുന്നതെന്ന് ലേബിൾഡ് ഡേറ്റയെ പോലെ അൺലേബിൾഡ് ഡേറ്റയും കമ്പയർ ചെയ്യാനായിട്ട്. ഇതാണ് സെമി സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. നാലാമത്തത് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ട്രയൽ ആൻഡ് എറേഴ്സിലൂടെ മെഷീനെ പഠിപ്പിക്കുന്ന ഒരു ലേണിംഗ് മെത്തഡോളജിയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക, കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കുക, നമുക്ക് റിവാർഡ് ചെയ്യുക, ഗുഡ് ബോയ് ഗുഡ് ഗേൾ എന്നൊക്കെ പറയുക ചെയ്യുമല്ലോ. അതുപോലെ തന്നെ മെഷീന് നല്ലൊരു കാര്യം കൃത്യമായിട്ടൊരു കറക്റ്റ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ റിവാർഡ് ചെയ്യും, തെറ്റായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പണിഷ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലേണിംഗ് മെത്തഡോളജിയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ഡ്രൈവിംഗ് കാർസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് അല്ലെ. സെൽഫ് ഡ്രൈവിംഗ് കാർസൊക്കെ സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നത് റെയിൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിൻ്റെ മെക്കാനിസത്തിലാണ്. നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിനെ ടൈപ്സ് വെച്ച് ഇപ്പം 4 ടൈപ്പായി ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്കിനി പോപ്പുലർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് നോക്കാം. ആദ്യത്തേത് ലീനിയർ റിഗ്രഷൻ. ഇതൊരു സ്ട്രേറ്റ് ലൈനിൻ്റെ ഫോർമുലയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് y = mx+c. അതായത് ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയിലുള്ള എല്ലാ ഡേറ്റാ പോയിൻറ്റുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷൻ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അൽഗോരിതമാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് പേരിൽ റിഗ്രഷൻ ആണെന്നൊരു ക്ലാസിഫിക്കേഷൻ പ്രോബ്ലത്തിനാണ് ഉപയോഗിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം എന്താണ്? 2 ഇമെയിൽ തമ്മിൽ ക്ലാസിഫൈ ചെയ്യാനോ നോർമൽ ഇമെയിലും സ്പാമും തമ്മിൽ ക്ലാസിഫൈ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് അൽഗോരിതമാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഡിസിഷൻ ട്രീ. ഈ അൽഗോരിതത്തിന് ലീനിയർ ഡേറ്റ, നോൺ ലീനിയർ ഡേറ്റ, കാറ്റഗറിക്കൽ ഡേറ്റ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ ഒരു അൽഗോരിതത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രീ ഒരുപാട് ഡീറ്റെയിൽഡ് ആയി കഴിഞ്ഞാൽ ഓവർ ഫിറ്റിങ്ങിനുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ അൽഗോരിതം കൂടുതൽ യൂസ് ചെയ്യുന്നത് കസ്റ്റമർ ചേൺ പ്രഡിക്റ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്ത അൽഗോരിതം സപ്പോർട്ട് വെക്റ്റർ മെഷീൻ. കോംപ്ലക്സ് ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു അൽഗോരിതമാണ് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ എന്ന് പറയുന്നത്. ഈ ഒരു അൽഗോരിതം പ്രശ്നം എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണലി ഹെവിയാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം സ്ലോ ആകാനുള്ള ലാർജ് സെറ്റ് ഓഫ് ഡേറ്റയിലൊക്കെ സിസ്റ്റം സ്ലോ ആകാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഹാൻഡ് റൈറ്റിംഗ് റെക്കഗ്നീഷൻ, ഇമേജ് ക്ലാസിഫിക്കേഷൻ പോലുള്ള പ്രോബ്ലംസിന് സപ്പോർട്ട് വെക്റ്റർ മെഷീൻ അല്ലെങ്കിൽ SVM ബെറ്റർ ഓപ്ഷനാണ്. അഞ്ചാമത്തെ അൽഗോരിതം നെയ് ബേസ് അൽഗോരിതം. ബേസ് തിയറം അടിസ്ഥാനമാക്കിയാണ് ഈ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. ഇൻക്രെഡിബിളി ഫാസ്റ്റ്, ഹൈ ഡയമെൻഷണൽ ഡേറ്റ
എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ ഫീച്ചറിൻ്റെ അക്യുറസി കുറയ്ക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത അൽഗോരിതം കെ നിയറസ്റ്റ് അൽഗോരിതം അല്ലെങ്കിൽ KNN അൽഗോരിതമാണ്. പേര് പോലെ തന്നെ ഒരു ഡേറ്റ പോയിന്റ് അടുത്തുള്ള പോയിന്റിനെ കണ്ടുപിടിക്കും, അത് തമ്മിലുള്ള നിയറസ്റ്റ് പോയിന്റ് നിർണ്ണയിക്കുകയും ചെയ്യുന്നതാണ് കെ നിയറസ്റ്റ് അൽഗോരിതം ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു അൽഗോരിതമാണ് കെ നിയറസ്റ്റ് നെയ്ബർ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ഡിസിഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അൽഗോരിതം കെ നിയറസ്റ്റ് നെയ്ബർ ആണെന്ന് നമുക്ക് പറയാം. ഈ അൽഗോരിതത്തിന് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അൽഗോരിതത്തിനെ പോലെ ട്രെയിനിങ് ഫേസിൻ്റെ ആവശ്യമില്ല, മറിച്ച് ലാർജ് ഡേറ്റ സെറ്റുകളിൽ ഇത് സ്ലോ ആകാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. KNN കൂടുതലും മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഇമേജ് റെക്കഗ്നീഷൻ പോലുള്ള ടാസ്കുകൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നതായിട്ട് കാണുന്നത്. അടുത്ത അൽഗോരിതമാണ് കെ മീൻസ് ക്ലസ്റ്ററിങ്. ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ് കെ മീൻസ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഡേറ്റ പോയിൻറ്റ്സ് ഇല്ലാതെ ഡേറ്റയ്ക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്ന ഡേറ്റ പോയിൻറ്റ്സിനെ ക്ലസ്റ്റർ ചെയ്യുന്ന ഒരു അൽഗോരിതം മോഡലാണ് കെ മീൻസ് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ഗൂഗിൾ ന്യൂസൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു അൽഗോരിതത്തിൻ്റെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ക്ലസ്റ്റർ നൽകണം എന്നുള്ളതാണ്. കസ്റ്റമർ റെക്കമെൻഡേഷൻ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് കെ മീൻസ് ക്ലസ്റ്ററിങ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അടുത്തത് PCA അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിസ്. PCA എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡേറ്റ പോയിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് കണ്ടുപിടിക്കുകയും ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു അൽഗോരിതം കാരണം നമുക്ക് ഒരു മോഡൽ ട്രെയിനിങ് സമയത്ത് കൂടുതൽ എഫിഷ്യൻ്റ് ആകാനും ട്രെയിനിങ് സമയം കുറയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് മെഷീൻ ലേണിംഗിൻ്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ നോക്കാം. മെഷീൻ ലേണിംഗ് അതായത് പറഞ്ഞാൽ എല്ലാ ഇൻഡസ്ട്രിയിലും കറൻ്റ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബിൽ റെക്കമെൻഡഡ് വീഡിയോസ് വരുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ റീല് മാറിക്കൊണ്ട് വരുന്നത് എല്ലാം മെഷീൻ ലേണിംഗിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈവൻ അഗ്രികൾച്ചറിൽ പോലും കറൻ്റ്ലി മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ലാൻഡിൽ സെൻസേഴ്സ് ഘടിപ്പിച്ച് അവിടുത്തെ ക്ലൈമറ്റ് അനലൈസ് ചെയ്ത് സോയിൽ അനലൈസ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം അവിടെ ഏത് പർട്ടിക്കുലർ സീഡ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലും പ്രൊഡക്ഷൻ ലഭിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, എത്ര കാലാവധി കൊണ്ട് എത്രത്തോളം ഔട്ട്പുട്ട് കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണ്ടി കറൻ്റ്ലി നമുക്കിപ്പം ഫാമിങ്ങിൽ ബേസിക്കലി മെഷീൻ ലേണിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റൽസിൽ നമുക്കിപ്പം ഒരു പർട്ടിക്കുലർ ഡയബറ്റിക്കുള്ള ഒരു കുറച്ച് പേഷ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ആർക്കൊക്കെ ഡയബറ്റിക്സ് വരാനുള്ള പ്രോബിലിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് മേഖല നോക്കിയാലും അതിനെല്ലാം നമുക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അറിയണമെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാമെന്നാണ്. ഫിനാൻസിൽ ഇപ്പോൾ സിബിൽ സ്കോർ നിങ്ങളെല്ലാവരും കേട്ട് കാണും അല്ലേ? അപ്പോൾ നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു വ്യക്തിക്ക് നൽകുന്നൊരു സ്കോറാണ് സിബിൽ സ്കോർ. ലോൺ എടുക്കാത്ത ഒരാൾക്ക് 0 ആയിരിക്കും. അപ്പോൾ സിബിൽ സ്കോർ എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് അൽഗോരിതം വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ പാസ്റ്റ് പെർഫോമൻസ് അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ ഭാവിയിൽ ബിഹേവിയർ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് സിബിൽ സ്കോറൊക്കെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറുടെ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്കൊരു സ്റ്റോക്കിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്ത് ഇതിനൊക്കെ നമുക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെഷീൻ ലേണിംഗിന് 2 പ്രശ്നമാണ് പ്രധാനമായിട്ടുള്ള ചലഞ്ചസ് ആണുള്ളത്: ഓവർ ഫിറ്റിങ്ങും അണ്ടർ ഫിറ്റിങ്ങും. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടി മാത്രം ഒരു കുട്ടി പഠിക്കുകയാണ്. അപ്പോൾ അതിന് പുറത്ത് നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ കുട്ടിക്ക് പറയാൻ കഴിയും ഇല്ല അല്ലേ? അത് തന്നെയാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു മോഡൽ ട്രെയിനിങ് ഡേറ്റയ്ക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുത്ത് സംഭവിക്കുന്നതാണ് ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫേക്ക് പാറ്റേൺസ് കണ്ടുപിടിക്കാൻ തുടങ്ങും. രണ്ടാമത്തത് അണ്ടർ ഫിറ്റിംഗ്. നമ്മളൊരു നഴ്സറി കുട്ടിക്ക് ക്വാണ്ടം ഫിസിക്സോ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങോ പഠിപ്പിക്കുന്നതാണ് നമ്മൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഫിറ്റിംഗ് സാഹചര്യത്തിലും ഒരു മോഡലിന് പാറ്റേൺസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ടെസ്റ്റിംഗ് ഡേറ്റയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത്തെ ചലഞ്ചാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ കണ്ടെത്തുക എന്നുള്ളത്. ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതം എത്രത്തോളം ക്വാളിറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഫീച്ചറുള്ള ഡേറ്റ നൽകുന്നു അത്രയും കൃത്യമായിട്ടായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ചലഞ്ച് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നമ്മൾ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, മെഷീൻ ലേണിംഗ് എന്താണെന്ന്, ഡിഫറെൻറ്റ് അൽഗോരിതംസ് എന്താണെന്നുള്ള, ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണെന്നുള്ളതും, മെഷീൻ ലേണിംഗ് ഡിഫറെൻറ്റ് ഡൊമൈൻസിലുള്ള ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. മെഷീൻ ലേണിംഗ് എൻ്റെ ഒരു ഒപ്പീനിയനിൽ അടുത്തൊരു 10 വർഷത്തേക്ക് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡൊമൈനാണ്. സോ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, കൂടുതൽ മനസ്സിലാക്കുക. ഏതെങ്കിലും 1-2 അൽഗോരിതത്തിൽ നിങ്ങൾ മാസ്റ്റർ ചെയ്താൽ മാത്രം മതിയാകും. സോ ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.